Good afternoon. Good afternoon, ma'am. Good afternoon. Try to start കേട്ടോ. Okay, ma'am. Prayer. Dear God, thank you for this beautiful day and for bringing us together in this class. Fill our hearts with eagerness and excitement to learn new things. Bless our teacher and guide us to grow in wisdom and godness. Thank you, ma'am. Thank you, friends. Sign in. Sign in. Good afternoon, everyone. Welcome to a great class for Rosmam and my dear friends who are taking class today. Thank you. Thoughts. Inspiring Thought thoughts for for today. a positive life and success. ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഞാനല്ലോ ശരി ക്ലാസ്സില് മാം ഞാൻ കുറെ ദിവസമായിട്ട് ഈ റെക്കോർഡ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് സെമിനാർ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ സെമിനാർ എടുക്കണം എന്നുണ്ട്. ഇനി ചേരാൻ പറ്റുമോ മാം? പറ്റുമല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി എടുക്കാനായിട്ട്? എന്താ മാം? ഓക്കെ. വേറെ ഏതെങ്കിലും കുട്ടികൾ ഇനി സെമിനാർ എടുക്കാത്തവരുണ്ടോ? മാത്രമല്ലോ. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ തന്ന സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ മൊത്തം 14 ഗ്രൂപ്പ്, ലാസ്റ്റ് 14th ഗ്രൂപ്പ് വരെയാണ് നമ്മൾ നിർത്തിയത്. അവർക്കാണ് മാം ആ സ്കൂൾ മാനേജ്മെന്റ് കൊടുത്തത്. അതുവരെയാണ് നിർത്തിയത്. മൊത്തം 14 ഗ്രൂപ്പായി. അന്ന് പേര് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചില സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ, ഒന്ന് ട്രാവലിംഗിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കൊടുത്തില്ല. ഓക്കെ മാം. ഓക്കെ മാം, ആ ജിഷയുടെ ഒക്കെ ഗ്രൂപ്പിൽ ആരും ഇല്ലെന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പിൽ കുട്ടി കയറാൻ പറ്റുമോ? രണ്ട് പേരുണ്ട് അല്ലേ? 12th ഗ്രൂപ്പിൽ ജിഷ, വിന്യ, ശ്രീവിദ്യ, ഐശ്വര്യാണ്. അതിൽ 2 പേരെന്തോ ഇല്ലെന്ന് ജിഷ പറഞ്ഞായിരുന്നു. ഓക്കെ, അവരോട് ചോദിച്ചോളൂ കേട്ടോ. ചിക്കൊന്ന് ചോദിച്ചോളൂ. നമുക്ക് ഈ കുട്ടീനെ ഒന്ന് ആ ഗ്രൂപ്പിലോട്ട് ഇട്ടോളൂ കേട്ടോ. ദൃശ്യ അപ്പൊ തേഴ്സ്ഡേ എടുക്കാൻ ഓക്കെ ആണോ? അവര് തേഴ്സ്ഡേ ആ മാം വരുന്നേ. ഇപ്പൊ നാളെ അല്ലേ ഇത്? നാളെയാണല്ലോ, മറന്നുപോയി. ഓക്കെ, ഞാൻ എടുത്തോളാം. ഓക്കെ, ഞാൻ അവരുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറയാം. ശരി, ഓക്കെ. മിസ്, ഞങ്ങളുടെ റിസൾട്ട് വന്നു. എങ്ങനെയുണ്ട്? മാർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മിസ്. 84 മാർക്കുണ്ട്. 84. 8-4. 84. പിന്നെ നമുക്ക് ഇത് ആൻസർ കിട്ടുമോ ടീച്ചറെ? നമുക്ക് ഏതൊക്കെ ശരിയായ തെറ്റ് എന്നൊക്കെ അറിയാനായിട്ട്. അത് ഫൈനൽ എക്സാമിന് മാത്രം തോന്നുന്നു കേട്ടോ. മെയിൻ എക്സാമിന് മാത്രം തോന്നുന്നു. ഓക്കെ മിസ്. അറിയില്ല മിസ് കറക്റ്റ് ആയിട്ട്. 2 പേർക്ക് എന്തോ മാർക്ക് കുറവ് കാണിക്കുന്നുണ്ട്. 24 അങ്ങനെ. ആരാന്ന് അറിയില്ല. പിള്ളേര് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മള്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിലെ ഒരു പേര് ഇന്ത്യയാണ്. പക്ഷെ 2 പേര് ഞാൻ എന്താ അറിയോ, ഒരെണ്ണത്തില് ഞാൻ പാസ്സായിട്ടുണ്ട്. അതിൽ തന്നെ അവസാനം എന്റെ പേര് നസ്രിയ CV, വീണ്ടും 16 എന്നാണെന്നുണ്ട്. അതെന്താ? എന്റെ ഫോൺ ഓഫ് ആയപ്പോ 2 പ്രാവശ്യം ഞാൻ കേറിയതുകൊണ്ടാവോ ചിലപ്പോ? അതുകൊണ്ടായിരിക്കുള്ളൂ. ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ, എന്താണ് അങ്ങനെ വന്നതെന്നുള്ളത്. ഓക്കെ. അപ്പൊ 24 പിന്നെ എത്ര മാർക്കൊക്കെ നസ്രിയക്ക്? എനിക്ക് ഒരെണ്ണത്തിൽ എനിക്ക് 78 മാർക്ക് 100-ല് ഞാൻ പാസ്സായിട്ടുണ്ട്. ഒരെണ്ണം ലാസ്റ്റ് ഉള്ളതില് 16 എന്നാ കാണുന്നതേ. അപ്പൊ അതെന്താന്ന് മനസ്സിലായില്ല. 2 പ്രാവശ്യം റിസൾട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരെണ്ണം തന്നെ ഇനി പിന്നെ ആരെങ്കിലും ഇട്ടതായിരിക്കും നോക്കിയിട്ടില്ല കേട്ടോ മിസ്. അപ്പൊ എന്താ അങ്ങനെ കുറവ് വന്നേന്ന് അറിയാൻ പറ്റില്ലല്ലോ.
അതാ ഞാൻ ആരും ഒന്നും റിപ്ലൈ, നമ്മൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണല്ലേ ഇങ്ങനത്തെ എക്സാം ഒക്കെ. അപ്പൊ എന്താണ് അത്, ഇനിയിപ്പോ നെറ്റ് കിട്ടാഞ്ഞിട്ടാണോ എന്താണ് അങ്ങനെ പറ്റിയെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ പിന്നെ നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ ഓഫായി. അപ്പൊ ഞാൻ വീണ്ടും സ്വിച്ച് ഓഫ് ആയി, പിന്നെ ഓൺ ആക്കിയിട്ട് വീണ്ടും കയറിയപ്പോ ചിലപ്പോ അതുമായിരിക്കും ഫസ്റ്റ് കുറച്ച് എക്സാം കുറച്ച് അറ്റൻഡ് ചെയ്തതല്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷെ സബ്മിറ്റ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അതെന്താന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ അറിയുമ്പോ നമുക്കൊരു അടുത്ത പ്രാവശ്യം ടെൻഷൻ ഉണ്ടാവില്ലല്ലോ ഇതുപോലെയൊക്കെ, മനസ്സിലായ? ശരിക്കും ഫസ്റ്റ് അനുഭവമാണ് ഓൺലൈനിൽ എക്സാം എഴുതണത്. അപ്പം അതപ്പോ ഇങ്ങനെ വന്നപ്പോ എന്തുകൊണ്ടാണെന്ന് അതാ ഞാൻ ചോദിച്ചത്. അതാണ് ഒരു ഡൗട്ട് വന്നു, എന്തുകൊണ്ട്. എന്തായാലും മാർക്ക് അങ്ങനെ കുറഞ്ഞു പോകൂലല്ലോ ആർക്കും, എല്ലാരും ക്ലാസ് എന്താ വെച്ചാൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ മിസ്സേ. മിസ്സിന്റെ സബ്ജക്റ്റ് ആണ് ഇത്തിരി പുറത്തുനിന്ന് ഇങ്ങനെ പഠിക്കാനായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കണത്. പുതിയ ആൾക്കാരുടെ പേരും എന്തൊക്കെയാ പറയുക, പിയാജറ്റൊക്കെ ഞങ്ങള് അങ്ങനെ കേട്ടേക്കണ ഇപ്പഴാ. അല്ലാണ്ടുള്ളതൊക്കെ നമ്മളിപ്പോ പൊതുവേ ജനറൽ ആയിട്ട് പിള്ളേരുടെ അമ്മയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കൂടുതലും ഇഞ്ചക്ഷന്റെ കാര്യങ്ങളാണെങ്കിലും ജിഷ മാം എടുക്കണത് പിന്നെ പുറത്തിങ്ങനെ ജനറൽ നോളജ് ആണല്ലോ, എന്താ പറയണ സോഷ്യൽ ആയിട്ടുള്ളതാ. പിന്നെ അപർണ മാമിന്റെ ആണെങ്കിൽ കുട്ടികളെ കുറിച്ചുള്ളത്. മിസ്സിന്റെ മാത്രമാണ് ഇത്തിരി ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആരും ഫെയിൽഡ് ആവാൻ സാധ്യത ഇല്ല, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടാ മിസ് അങ്ങനെ. ആദ്യം ഇതുപോലെ കട്ടായി പോകണ്ടായിരിക്കും അല്ലേ? അതെ അതെ, പറഞ്ഞാ നന്നാ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ എഴുതുമ്പോ ഇതുപോലെ കട്ടായി നമ്മളെ ആദ്യം മുഴുവൻ പിടിച്ചേ. അതെ അതെ, അത് ചില കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാറില്ല. ചിലത് പെട്ടെന്ന് ഇങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാല് രണ്ടാമത് ചെയ്യാൻ പറയാറുണ്ട് അങ്ങനെ. അതെന്തുകൊണ്ടാ മിസ് സ്വിച്ച് ഓഫ് ആവണ? ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്? ചാർജ് ഇല്ലാത്തതുകൊണ്ട്, ചിലപ്പോ റേഞ്ച് കിട്ടാത്തതുകൊണ്ടൊക്കെ പ്രോബ്ലംസ് വരാം. എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ടല്ല, ഫോണ് അന്ന് വീണിട്ട് ശരിയാക്കിയിട്ടില്ല ഇതുവരെ. അതെ അതെ, കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതായിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്ത് പറ്റിയതാണ്? കൊറേ ദിവസമായി വീണിട്ട് പൊട്ടിയിട്ട് സ്ക്രീനൊക്കെ പോയിന്. ഓക്കെ 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 ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പുതിയ ഫോൺ കിട്ടുന്നവരെ. അല്ല, അതാണ് നമ്മളിപ്പം നമ്മളെല്ലാരും ഒറ്റ എന്താ പറയാ ഒരു കുടുംബം ക്ലാസ്മേറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരാള് എന്തായാലും കുറച്ചൊക്കെ ക്ലാസ് കണ്ടവർ ആരും അങ്ങനെ പാസ് ആവാണ്ടിരിക്കില്ലെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ചോദിച്ചത് എന്താ പറ്റിയെന്ന്. ആരാന്നൊന്നും ഒരു പിടിയില്ല. ഫ്രണ്ടാണാന്ന് ചോദിച്ചാ ഇങ്ങനെ നമ്മൾ ആരും പരസ്പരം കണ്ടും മിണ്ടിയിട്ടുമില്ല. കുറച്ചു പേരൊക്കെ അല്ലേ ഇപ്പൊ പരിചയമായി വന്നുള്ളൂ, അതാ ചോദിച്ചത്. നസ്രിയ പേര് സെയിം തന്നെയായിരുന്നോ? നസ്രിയ CV, അതില് ഫസ്റ്റത്തേത് പേര് സെയിം ആണ്. സെയിം തന്നെയാണ് അല്ലെ? മാർക്ക് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അതന്നെ ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല. രണ്ടുപേരുടെ പേര് കണ്ടായിരുന്നു കേട്ടോ മിസ്സേ. ആരൊക്കെയാന്ന് ഞാൻ അങ്ങനെ നോക്കിയില്ല. രണ്ടുപേര് ഫെയിൽഡ് എന്ന് പറഞ്ഞ് കണ്ടു ഞാൻ. അവർക്ക് വിഷമമാവാൻ വേണ്ടിയല്ല കേട്ടോ, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണമല്ലോ. നമ്മുടെ കൂടെ ഉള്ളവരാകുമ്പോ ഇനി ബ്ലോക്ക് എക്സാം എഴുതാൻ പറ്റാണ്ട് ചിലപ്പോ കട്ടായി പോയതായിരിക്കും എനിക്ക് തോന്നി എന്റെ മനസ്സുകൊണ്ട്. അല്ലാണ്ട് റെക്കോർഡിംഗ് ക്ലാസ് ഒക്കെ കാണുമ്പോ അങ്ങനെ പഠിക്കാനൊക്കെ പറ്റാത്തവരുണ്ടാവും. അങ്ങനൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചത്. ഇപ്പൊ ഇല്ലേ, ഇന്നാള് ഞങ്ങളെ ഇത് വന്ന് ഞാൻ മിസ്സിനോട് പറഞ്ഞില്ലേ, നമ്മൾ ക്ലാസ്സിൽ കയറണവർക്ക് പിന്നെ ഇത്തിരിയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള പോലെ ഉണ്ടായിരുന്നു. അന്ന് ഒരു മാഡം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറെ പേരുണ്ടായിരുന്നു. ലിങ്ക് വരും, പിന്നെ ഒരു ലിങ്ക് വരും എന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂസ് ആയി എല്ലാവരും. നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ലിങ്ക് എപ്പോഴും എടുത്ത് ശീലമുള്ളതുകൊണ്ട് ഇനി ഒരു ലിങ്ക് വരും എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. പിന്നെ ഞാൻ പോയി എടുക്കാനൊക്കെ. പിന്നെ ടൈമിങ്ങിന്റെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ക്വസ്റ്റ്യൻ അടിവരെ പോയി നോക്കിയില്ല ആദ്യമേ, ചെയ്ത് പോണേണ്. അപ്പൊ ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു 100 എണ്ണം ഉണ്ടാവുന്ന വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോ 50 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, 2 മാർക്ക് വെച്ചിട്ട്. അതൊന്നും നോക്കാൻ കുറെ ദിവസം എനിക്ക് ക്ലാസ്സിലൊന്നും കയറാൻ പറ്റണ്ടായിരുന്നില്ല ഈ ജനുവരി ആയപ്പോഴേ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് കയറാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എത്ര ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേ. എന്തായാലും നല്ല കുഴപ്പമില്ലായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങക്ക്. അതെ അതെ, അതാണ് മിസ് ഒന്നും ചോദിച്ചില്ലല്ലോ, അതാ ഞാൻ അങ്ങോട്ട് പറഞ്ഞ റിസൾട്ട് വന്നു. മിസ് അറിഞ്ഞില്ലേ? ഞാൻ ഇന്നലെ റിസൾട്ടിന്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അല്ല, മിസ് പറഞ്ഞെങ്കിൽ നമ്മളോട് ചോദിക്കുമെന്ന് നമുക്കറിയാലോ, അതാ ഞാനിപ്പോ മിസ്സിനോട് ഞാൻ പറഞ്ഞു. അറിഞ്ഞിരുന്നില്ല. അത് ഓഫീസിലാണ് അവര് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ റിസൾട്ട് വന്നു മിസ്സേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നല്ല ആരാ ഫസ്റ്റ്? സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ആരെ ഫസ്റ്റ് അവരവരോട് പറയാൻ പറയും അല്ലെ. 90 above ഉണ്ടോ? 95 above? 100 കിട്ടിയ 2 പേരുണ്ട് മിസ്. ആരൊക്കെയാന്ന് ഞാൻ പേര് നോട്ട് ചെയ്തിട്ടില്ല.
ആ, ആരാണ്? ബിൻസി മാം. ബിൻസി. ജിഷ ഇതനീഷല്ലേ? തോന്നുന്നു, ജിഷ റാണി. ഷാറാണ്. ഓക്കെ, അപ്പൊ ഒരു ക്ലാപ്പ് കൊടുത്തേ. കൺഗ്രാറ്റ്സ്. ഓക്കെ. നന്നായിരുന്നു. എക്സാം ആയിരിക്കും അല്ലെ? അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഇനി എന്താ 95, 99 ഉണ്ടോ? ഇല്ല. 96 ഇല്ല. 98 ഉണ്ട് മിസ്സേ, 98 കണ്ടു. 98 ആർക്കാ? അവരവരെന്നെ പേര് പറയേണ്ടി വരും, ബാക്കിയൊന്നും അത്ര ഓർമ്മയില്ല. ഇല്ല. അതെ അതെ കുറേ അതെ, ആരും അത്ര പരിചയം ഇല്ലാത്തോണ്ടേ കുറച്ചുപേരെയൊക്കെ അറിയത്തുള്ളൂ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാരും ഒരുവിധം മാർക്കോടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ജയിച്ചതിന്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആ മിസ്. എക്സാം ഒക്കെ കഴിഞ്ഞു. അതെ അതെ, വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അതല്ല മിസ്സേ, എങ്ങനെയെങ്കിലും ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് ടീച്ചറായിട്ട് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാം, അതെ. അങ്ങനെ നിക്കുവാണ്. അല്ല ഞാൻ പറയണേ, നമുക്ക് ഇപ്പൊ ഇത്രയോ നാളും വീട്ടിലിരുന്നിരുന്നേ, ഇനിയിപ്പൊ നമ്മുടെ സമയമായി. ഹസ്ബൻഡ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും മഞ്ജു? അത് ഞാൻ ഇപ്പൊ സോപ്പിട്ട് എടുത്ത് വളച്ചെടുത്ത് പുള്ളിയുടെ ബിസിനസ് ഒക്കെ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇതീ പച്ച പിടിക്കാന്ന് പറഞ്ഞു. മഞ്ജുവിന് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാറുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ എന്തുണ്ടെങ്കിലും തുറന്നു പറയാലോ. അലമാരുടെ ബിസിനസ് ആണല്ലോ, ഇപ്പൊ കച്ചവടമൊക്കെ ഭയങ്കര മോശം. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നമുക്ക് പ്രീ-KG സ്കൂൾ അങ്ങോട്ട് തുടങ്ങാം. സ്കൂളുകൾ തുടങ്ങിക്കോ. അങ്ങനെ പറഞ്ഞേക്കണം. അപ്പൊ ആൾക്ക് ഇത്തിരി സമാധാനമായി, കച്ചവടം കൂട്ടിയാലും അതാ പറഞ്ഞേ. എന്താ പറഞ്ഞ, വെറുതെ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല മിസ്സേ, മനസ്സിലായ എന്നെ പുറത്ത് വിടാനായിട്ടുള്ള ഒരു ഇതാണ്. അത് പിന്നെ അങ്ങനെ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ കൊണ്ടായിരിക്കും. അപ്പൊ അത് ഇത്ര അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണോണ്ട് നമുക്കും കുഴപ്പമില്ല. ലോൺ എടുത്തിട്ടായാലും എങ്ങനെയെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. പെണ്ണുങ്ങൾക്ക് വല്ല പ്രത്യേക ലോണൊക്കെ കിട്ടുമായിരിക്കുമല്ലോ, മനസ്സിലായ? അങ്ങനെ വല്ലതൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും നല്ല മാർക്കോടുകൂടി ജയിക്കണം മിസ്സേ. ചേച്ചി നമുക്ക് സ്കൂൾ അങ്ങനെ തുടങ്ങാല്ലേ? അതെ. ഞാനൊക്കെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങളൊക്കെ ചെയ്യാൻ വരാം. ഞാനിനി ഇപ്പൊ നോക്കണ ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയി ചേരണം. ഇംഗ്ലീഷ് ഇത്തിരിയുള്ള ഒരു ഇതുണ്ട് വർത്താനം പറയാന്. അപ്പം ഇനിയിപ്പൊ അതിന്റെ ഒരു പ്ലാനിങ്ങില്ല. വെക്കേഷൻ ആകുമ്പോ മോള് പോകും. അപ്പൊ മോളുടെ കൂടെ തന്നെ ഒന്ന് പോയി ഒരു വെക്കേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താലേ. അമ്മയും മോളായിട്ട് പോക്കോ? അതിപ്പോ ചേട്ടൻ സമ്മതിക്കണം, ക്യാഷ് ചെലവാക്കി കൊണ്ട് പോകണ്ടേ, അതാണ്. ഓൺലൈനിലുണ്ട്, പക്ഷെ ഫോണെടുത്ത് നോക്കിയിരുന്നാൽ എനിക്ക് അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് അല്ല. പിന്നെ ഫോൺ എൻഗേജ് ആയിട്ട് എപ്പോഴും വെക്കാനും പറ്റത്തില്ല. ഇതാകുമ്പോ മോളുടെ കൂടെ ആകുമ്പോ മോള് ചോദ്യം ചോദിച്ചോളും മിസ്സേ. പഠിപ്പിക്കാൻ ഒരാൾക്ക് വീട്ടിൽ ഒരാൾ ഉണ്ടാവുമല്ലോ. അതെ അതാണ്. അപ്പൊ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. നോക്കണം മിസ്, ചിലപ്പോ ചേരും. ചേട്ടനോട് ചോദിച്ചിട്ടില്ല, ഇപ്പൊ മിസ്സിനോട് പറഞ്ഞതാ. അത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ കുറേശ്ശെ കാശ് അടച്ചാ മതിയായിരിക്കും. അപ്പൊ അങ്ങനെ ചേരാന്ന് വെച്ചിട്ടാ. ശരി മിസ്സേ, ഇനി ബാക്കിയുള്ളവരോട് എന്തായാലും ചോദിച്ചോ, ഞാൻ തുറന്നാ മിണ്ടാണ്ടിരിക്കൂല. ഓക്കെ, പിന്നെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ മിസ്. ഇന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറിയതാണ്. അപ്പൊ ഒരു ആക്ടിവിറ്റി വരാം. ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയാണോ? ആക്ടിവിറ്റി പറയുമ്പോ എല്ലാവരുടെ മുഖം ഇങ്ങനെ ആവുമല്ലോ. ഓക്കെ, അപ്പോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ചെറിയൊരു സ്റ്റോറി പറയാം. എന്തെങ്കിലും വിഷയം തരും. ഒരു കേക്കിന്റെ പീസ് ഉണ്ട്, ഒരു കേക്കിന്റെ പീസ്, അതുപോലെ ഒരു ക്യാറ്റ് ഉണ്ട്, അതുപോലെ ഒരു റാറ്റ് ഉണ്ട്. ഓക്കെ, 3 കാര്യങ്ങളാണ്: റാറ്റ്, ക്യാറ്റ്, കേക്കിന്റെ പീസ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. 10 മിനിറ്റ് സമയം തരാം. സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ അവതരിപ്പിക്കാം, പ്രസന്റ് ചെയ്യാം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്? എഴുതണ്ട, അവിടെ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞോ. ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. എന്നാലും ഒന്ന് ആലോചിച്ചൊരു അവസാനം വേണമല്ലോ.
ഒരു 5 മിനിറ്റ് സമയം തരാം. 5 മിനിറ്റ് മതിയാ? മതി 5 ആണോ? ആ, മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റെഡി ആയാൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാം കേക്ക്, ക്യാറ്റ്, റാറ്റ് ഇത് മൂന്നുമാണോ മാം? ആ, ഇതാണ് 3 കാര്യങ്ങൾ. മാം ഒരു 3-4 സെന്റൻസ് സിമ്പിൾ സ്റ്റോറി പോരെ മാം? ആ, സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം.
മാം പറയട്ടെ മാം? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം, ഒരു 2-3 സെന്റൻസേ ഉള്ളൂ, സിമ്പിൾ ഒരു സ്റ്റോറി. ക്യാമറ എടുക്കുന്ന ഓൺ ആക്കിക്കോളാം, ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം. ഞാൻ ക്യാമറ തോന്നിയേക്കും, ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്തോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഒരു 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 ദിവസം ഒരു ഈവനിങ് ടൈമിൽ ഒരു റാറ്റ് ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞിങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ അതിങ്ങനെ ആ അടുക്കളയുടെ ചുറ്റും ഇങ്ങനെ ഓടി 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 കളിക്കുമ്പോൾ ടേബിളിൽ ഒരു പീസ് കേക്ക് ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ശരി എന്നാൽ അത് കഴിക്കാന്ന് കരുതി പതിയെ ചാടി ചാടി അതിൻ്റെ മേളിൽ കയറിയിട്ട് അത് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും ഒരു പൂച്ച ഓടി വന്ന് ഈ റാറ്റിനെ പിടിക്കാനായിട്ട് വന്നു. അപ്പൊ ഈ റാറ്റ് ഇത് കഴിക്കുന്ന തിരക്കിലും ഈ പൂച്ച പിടിക്കാൻ വരുന്നതും രണ്ടും കണ്ടു. കഴിക്കാനും തുടങ്ങുകയാണ്, ആ ടൈമിൽ പൂച്ച പിടിക്കാനും വരുവാന്ന് റാറ്റിന് മനസ്സിലായി. റാറ്റ് ഉടനെ ചാടി ജമ്പ് ചെയ്ത് അതിന്റെ മാളത്തിൽ പോയി ഒളിച്ചു. ഇത്ര ഉള്ള സ്റ്റോറി, സിമ്പിൾ സ്റ്റോറി. അപ്പൊ അവിടെ അലേർട്ട്നെസ്, നമ്മളെപ്പോഴും അലേർട്ട് ആയിരിക്കണം, നമ്മൾ ക്ലെവർ ആയിരിക്കണം, അലേർട്ട്. നമ്മൾ കഴിക്കുന്ന ആ ധൃതിയിലും ഇരിക്കരുത്. അപ്പോഴും നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ, അത് കഴിക്കാൻ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ റാറ്റിനെ പൂച്ച പിടിച്ചേനെ. അത് കഴിക്കുന്ന ടൈമിൽ ക്ലവറും കൂടെ ആയതുകൊണ്ടാണ് പൂച്ച തന്നെ പിടിക്കാൻ വരുന്നതും കൂടെ മനസ്സിലാക്കി അവിടുന്ന് ഓടിപ്പോയത്. ഞാൻ പറയട്ടെ. മാം ഞാൻ പറയട്ടെ? ഓക്കെ. ഇന്ന് ദിയയുടെ ബർത്ത്ഡേ ആണ്. കേക്ക് കട്ടിങ്ങും ഫംഗ്ഷനും ഒക്കെ വളരെ കേമമായിട്ട് തന്നെ നടന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു പീസ് കേക്ക് ബാക്കിയായി. അപ്പൊ അമ്മ പറഞ്ഞു, ദിയ ഇനി അത് എടുത്തു വെക്കേണ്ട, അത് അങ്ങോട്ട് കളഞ്ഞേക്ക്. അപ്പൊ ദിയ എന്ത് ചെയ്തു? അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ തോന്നിയില്ല. അവൾ അത് മെല്ലെ അതെടുത്ത് പുറത്തേക്ക് പോയിട്ട് അത് പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് അവിടെ നോക്കിയിരുന്നു, ആരാണ് അത് കഴിക്കാൻ വരിക. പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു കേറ്റും മറ്റേ സൈഡിൽ നിന്ന് ഒരു റേറ്റും ചാടി വന്നു. ഒറ്റക്കടി. രണ്ടാളും കൂടി അടിപിടി വഴക്കായി. എന്റെയാണ്, ഞാനാണ് ആദ്യം വന്നത്, എനിക്ക് വേണം. അങ്ങനെ അങ്ങനെ അടി തുടർന്നു. ഈ ടൈമിൽ പറന്നു വന്ന കാക്ക കേക്ക് എടുത്തു പറന്നുപോയി. കേറ്റും റേറ്റും ചമ്മിപ്പോയി. ഭക്ഷണ സാധനത്തിന് അടി കൂടരുത്, കിട്ടിയത് പങ്കുവെച്ച് കഴിക്കാൻ നാം പഠിക്കണം. ഇത് കണ്ടിട്ട് ദിയ മനസ്സിൽ കരുതി. മാം ഞാൻ പറയാം? ഞാൻ പറയാം മാം. ഇടിയോ കഥ പറയാ, ഇടിയോ ആരാ പറയാൻ പോണേ? ഞാൻ പറയട്ടെ? ഞാൻ പറയാം. എന്നാ അത് കഴിഞ്ഞിട്ട് ഞാൻ. ഓക്കെ. ചുമ്മാ ഇടയ്ക്കിതാണ്. മിന്നു പൂച്ചയുടെ പിറന്നാളായിരുന്നു. മിന്നു കാട്ടിലെ എല്ലാരെയും പിറന്നാളിന് ക്ഷണിച്ചു. ശത്രുവായ എലീനെ മാത്രം ക്ഷണിച്ചില്ല. പക്ഷെ അന്ന് രാത്രി എലി പമ്മി പമ്മി വന്ന് മിന്നു പൂച്ചയുടെ വീട്ടിൽക്കാരെ കേക്ക് കട്ട് തിന്നു. അത്രേ ഉള്ളൂ. ഞാൻ പറയാം മിസ്സേ. ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കണ പോലെയാണ് ഈ കഥ പറയാൻ പോണത്. ഒരിടത്ത് പൂച്ചയും എലിയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിന് ടോപ്പിക്കൊന്നും പറയില്ല കുട്ടികളോട്, കഥയാണ് പറയാൻ പോണത്. അപ്പൊ ഒരു വീട്ടിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. എല്ലാരും കേട്ടോളുക. ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോ പൂച്ച എലി ഇതിന്റെ മണം കേട്ട് ഇങ്ങനെ വന്നു. അപ്പൊ റെഡി ആയിരിക്കുകയാണ് എലി. പൂച്ച ഈ കേക്ക് പീസ് തിന്നാനുള്ള ഇതിലിങ്ങനെ ഇരിക്കണേണ്. അപ്പൊ പമ്മി പൂച്ച ഒളിച്ചിരിക്കണേണ്, എലി ഒളിച്ചിരിക്കണേണ്. ഇവര് അടുക്കളയിൽ നിന്ന് ഇതൊക്കെ മാറിയിട്ട് വേണം ഇവർക്ക് ഇത് കട്ട് തിന്നാൻ. പൂച്ച ആരാണ്? എലിയുടെ ശത്രുവാണ് അല്ലേ? അപ്പൊ ഇവര് രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. അപ്പൊ എന്ത് പറ്റി? ഇത് കഴിഞ്ഞിട്ട് ഇവർ ഉണ്ടാക്കി വെച്ച് കേക്ക് പീസ് അവിടെ എടുത്ത് മാറ്റി വെച്ച്. അപ്പത്തേക്കും പൂച്ച അടുക്കളയിലോട്ട് ഈ കേക്ക് പീസ് എടുക്കാനായിട്ട് പമ്മി ചെന്നപ്പോഴത്തേക്കും പൂച്ച നോക്കിയപ്പോ എലിയും വന്നു. അപ്പൊ പൂച്ചക്ക് ആദ്യം കേക്ക് അവിടെ ഇരിക്കുമല്ലോ, എലി അവന്റെ ശത്രു അല്ലേ. അപ്പൊ ആദ്യം എലിയെ പിടിച്ചിട്ട് കേക്ക് തിന്നാന്ന് വിചാരിച്ചു. ഈ വെപ്രാളത്തിൽ ഈ പൂച്ച എന്ത് ചെയ്തു? എലിയെ പിടിക്കാനായിട്ട് ഒറ്റ ചാട്ടം അവിടെയുള്ള പാത്രം എല്ലാം തട്ടി മറിച്ച്. അപ്പൊ ഈ എലിയാണെങ്കിൽ മാളത്തിൽ പോയി ഒളിച്ച്. എന്നിട്ട് എന്താ പറ്റിയത്? അപ്പത്തേക്കും പൂച്ചേനെ അപ്പൊ എലി രക്ഷപ്പെട്ട്. ഈ സൗണ്ട് കേട്ടിട്ട് വീട്ടുകാര് ഓടി വന്ന് പൂച്ചേനെ തല്ലി ഓടിച്ച്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കിട്ടിയത് എടുക്കാനുള്ളത് അടുത്തുള്ളത് പയ്യെ എടുത്ത് തിന്നിട്ട് പോകണ്ടേന് അത്യാഗ്രഹം രണ്ടും വേണമെന്ന് വിചാരിച്ചോണ്ടല്ലേ അങ്ങനെ പറ്റിയത്. മിണ്ടാണ്ട് വന്ന കേക്ക് പീസ് എടുത്തു പോയാ പോരായിരുന്ന? അത്യാഗ്രഹം ആപത്താന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
ഞാൻ പറയട്ടെ മിസ്സേ? പറഞ്ഞോ ഇഷ്ടമാണ്. ഓക്കെ മിസ്സേ. ഒരു വീട്ടില് ഒരു ബർത്ത്ഡേ നടക്കുമായിരുന്നേ. അപ്പം ബർത്ത്ഡേ നടന്നതിൻ്റെ അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ കേക്കൊക്കെ മുറിച്ച് ഒരു കേക്ക് മാത്രം ബാക്കി വന്നു. അപ്പൊ ആ കേക്ക് അമ്മ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ അത് കിച്ചണിന്റെ അവിടെ ടോപ്പിൽ വെച്ചിട്ട് അമ്മ മറന്നുപോയി. അമ്മ കിടന്നുറങ്ങി. ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു വളർത്തുന്ന പൂച്ച ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് സ്നോബൽ. മിടുക്കനാണേ. അപ്പം അവൻ ആ സമയത്ത് എവിടെയോ പോയി, എല്ലാവരുടെയും ബഹളോ ഒച്ചയൊക്കെ കേട്ടിട്ട് എവിടെയോ പോയി കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ അവൻ ആ സമയത്ത് അറിഞ്ഞില്ല, അവിടെ കേക്ക് മുറിക്കുന്ന കാര്യമൊന്നും അവൻ അറിഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് അമ്മ ഉറക്കമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും തട്ടിന്റെ പുറത്തുനിന്ന് ഒരു റാറ്റ് ഇങ്ങനെ ഇറങ്ങി പമ്മി പമ്മി വന്നു. വന്നതും ഒരു പാത്രത്തിൽ എന്തോ കയറി തട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് കേട്ട്. ഇത് കേട്ടോണ്ട് പെട്ടെന്ന് ഉറങ്ങിക്കിടന്ന റാറ്റ് സ്നോബല് ചാടി എണീറ്റു. അയ്യോ എന്ത് സൗണ്ട് കേൾക്കുന്നേ. പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ആഹാ ഇവനാണോ, എന്നാ ഇവനെ ഒന്ന് ചേസ് ചെയ്ത് പോയാലോ. അങ്ങനെ അവന്റെ പുറകെ ഇങ്ങനെ പതിയെ പതിയെ അവനും പമ്മി പമ്മി പോന്നു, ഇവനും പമ്മി പമ്മി പോന്നു. അങ്ങനെ പമ്മി പമ്മി ചെന്നപ്പോഴേക്കും ആഹാ ഇവിടെയാണല്ലോ കേക്ക് ഇരിക്കുന്നേ എന്ന് ഓർത്തുകൊണ്ട് റാറ്റ് ചെന്നതും അയ്യോ ഇത് അടച്ചു വെച്ചിരിക്കുവാണല്ലോ, ഇനി ഞാൻ ഇത് എങ്ങനെ എടുക്കും. അവൻ പതിയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിട്ട് അനക്കി നോക്കി. ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണേ, ഇവന്മാര് പൊക്കി കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോരും. അപ്പൊ അത്രയും ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പാത്രം വെച്ച് അടച്ചു വെച്ചേക്കുന്നേ. അപ്പോഴേക്കും ഇവൻ ഈ സ്നോബലും പുറകെ പോയിട്ട് ഇവിടെയാണോ അമ്മ എടുത്ത് അടച്ചു വെച്ചേക്കുന്ന കേക്ക്, ഇത് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കൊട്ട് തന്നുമില്ല. എന്നാ ഒന്ന് ഞാൻ ഇവന്റെ പുറകെ പോകാം. അങ്ങനെ ഇവൻ ഈ സ്നോബല് താഴേന്ന് ചാടി അങ്ങോട്ട് പാത്രത്തിന്റെ മണ്ടിലോട്ട് ചെന്ന് വീണത് പാത്രം അങ്ങ് തെറിച്ചുപോയി. ഒരു സൈഡിലേക്ക് സ്നോബലും വീണു, ഒരു സൈഡിലേക്ക് റാറ്റും വീണു. രണ്ടുപേരും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആയി. ഒരു കേക്ക് 2 പീസായിട്ട് അങ്ങ് പോയി. പക്ഷെ ഒരു പീസ് കാണാനില്ല. ഇത് ഈ സൗണ്ട് കേട്ടപ്പോഴേക്കും അമ്മ അയ്യോ അടുക്കളയിൽ നിന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നേ, ഇതെന്താ സൗണ്ട് കേൾക്കുന്നത്. അമ്മ ചാടി എണീറ്റ് വന്നപ്പോഴേക്കും ഒരു പാത്രം, അയ്യോ ഇത് ഞാൻ കേക്ക് എടുത്ത് അകത്ത് വെച്ചില്ലായിരുന്നു, എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ അമ്മ ഈ പാത്രം പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോ കേക്ക് പകുതിയേ ഉള്ളൂ. അയ്യോ ഇവൻ എന്നാ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അമ്മ ഈ സ്നോബലിന് എടുത്തു കൊടുക്കാനായിട്ട് അങ്ങ് തുടങ്ങി. എടുത്തു കൊടുത്തപ്പോഴേക്കും അവൻ വിചാരിച്ചു അയ്യോ അമ്മ എനിക്ക് തന്നല്ലോ. അപ്പോഴേക്കും മറ്റേ റാറ്റ് ഓടിപ്പോയി ഒളിച്ചു. അപ്പം സ്നോബല് വിചാരിച്ചു പാവല്ലേ, അവനും വിശന്നിട്ടല്ലേ വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവനും ഇതിന്റെ പകുതി അങ്ങ് കൊടുത്തേക്കാം. മറ്റേത് എവിടെയോ ഒരു പീസ് പോയല്ലോ, ഇതിന്റെ പകുതി അവൻ എന്തായാലും അങ്ങ് കൊടുത്തേക്കാം. അവനും വിശന്നല്ലേ വന്നതെന്ന് വിചാരിച്ചിട്ട് അവൻ അതിന്റെ കുറച്ചു ഭാഗം തിന്നിട്ട് അവൻ കണ്ടില്ലേ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് സ്നോബൽ അവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ നമ്മള് വിശപ്പറിഞ്ഞ് ഭക്ഷണം കൊടുക്കണം. ഷെയറിങ് മൈൻഡ് എല്ലാവർക്കും ഉണ്ടാവണം. ഇതാണ് മോറ്. സ്നോബല് കൊച്ചു ടിവിയിലെ പൂച്ചയല്ലേ? അതെ പണ്ട് കണ്ടതാ. അല്ല ഞാൻ ചോദിച്ചാണ്, സ്നോബല് കുട്ടികളുള്ളപ്പോ നമ്മളൊക്കെ കാണുമല്ലോ, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കൊച്ചു ടിവിയില്. പൂച്ചയ്ക്കൊരു അത് പേര് നന്നായിരുന്നു. കൊടുക്കണമല്ലോ. അതിൽ എലി ഉണ്ടാന്ന് എനിക്കറിയില്ല, അതാണ് എനിക്ക് ആകെ കൺഫ്യൂസ് ആയത്. എലി അയ്യോ ഇല്ലല്ലേ? ഞാനിതിപ്പോ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ആ ഒരു പേര് ചുമ്മാ മനസ്സിലായി. ഇട്ടെന്നേ ഉള്ളൂ. മനസ്സിലായി, പൂച്ചയുടെ പേര് മാത്രം സ്നോബല്. ഞാനതാ നോക്കിയ. ശരി എന്നാ, നല്ലതുണ്ടായിരുന്നു. നല്ലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ചെയ്യണോ? ഒരിക്കൽ ഒരിടത്ത് മിന്നു എന്ന പേരുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. മിന്നുവിന്റെ കേക്ക് നല്ല ഇഷ്ടമാണ്. എവിടെ കേക്കിന്റെ മണം കണ്ടാലും അവള് പെട്ടെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ഈ ഭക്ഷണം തേടി ഇറങ്ങിയപ്പോഴാണ് ഒരു കഷ്ണം കേക്ക് അവൾ കാണാനിടയായത്. ആ കേക്ക് കഴിക്കാനായി അവൾ മെല്ലെ അടുത്ത് ചെന്നപ്പോൾ അവളുടെ കൂട്ടുകാരൻ ചിപ്പുലി അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടു. ചിപ്പുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. കേക്ക് ഒറ്റക്ക് കഴിക്കാനായിരുന്നു മിന്നുവിന്റെ പ്ലാൻ. പക്ഷെ ചിപ്പുവിനെ കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി. മിന്നു ആലോചിച്ചു, സന്തോഷം പങ്കുവെക്കുമ്പോഴല്ലേ കൂടുക. ഉടനെ ആ കേക്ക് കഷ്ണം 2ആയി മുറിച്ച് പകുതി ചിപ്പുവിന് നൽകി. രണ്ടുപേരും ചേർന്ന് ആസ്വദിച്ച് ആ കേക്ക് കഴിച്ചു. തനിയെ കഴിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അത് പങ്കിട്ട് കഴിച്ചപ്പോൾ മിന്നുവിന് തോന്നി. ഇതാണ് എന്റെ കഥ. വെറൈറ്റി കഥ അല്ലേ? എല്ലാരെക്കാട്ടിയും വെറൈറ്റി ആണ്. അതില്
സന്തോഷം പങ്കുവെക്കുമ്പോ കൂടും. അതുപോലെ അത് ഷെയർ ചെയ്ത് കഴിച്ചപ്പോഴാണ് ആ കേക്കിന് ടേസ്റ്റ് കൂടുതൽ. അതാണ് അതിന്റെ ഒരു ഓക്കെ. മിസ്സേ ഞാൻ പറയട്ടെ. ഹരിത. ഒരു വലിയ കാട്ടില് കാത്തുപൂച്ചയും മിട്ടു എലിയും ഉണ്ടായിരുന്നു. അവര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം മിട്ടു എലിയുടെ ബർത്ത്ഡേ വന്നപ്പം കാത്തുപൂച്ച വിചാരിച്ച് അവനൊരു സർപ്രൈസ് കൊടുത്താലോന്ന്. അങ്ങനെ കാത്തുപൂച്ച ഒരു കേക്ക് ഉണ്ടാക്കി. എന്നിട്ട് മിട്ടു എലി വന്നപ്പോ കാത്തുപൂച്ച പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കപ്പ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം മിട്ടു എലി പറഞ്ഞ്, അങ്ങനാണെങ്കിൽ നമുക്ക് എല്ലാരെയും വിളിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരെയും വിളിച്ചിട്ട് ആ കേക്ക് ഷെയർ ചെയ്തു. അപ്പൊ അവര് മനസ്സിലാക്കി എന്ത് ആഹാരം കിട്ടിയാലും ഷെയർ ചെയ്ത് കഴിക്കണം. അത്രേ ഉള്ളൂ മിസ്സേ. മിസ്സേ ഞാൻ പറയട്ടെ. രാമപുരം എന്നൊരു സുന്ദര ഗ്രാമം. കാടും പുഴയും മലയും കുന്നും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തില് അമ്മുക്കുട്ടിയും അമ്മയും താമസിച്ചിരുന്നു. അമ്മുക്കുട്ടി എന്നും രാവിലെ സ്കൂളിൽ പോകും. വൈകിട്ട് വരുന്നത് വിശന്ന് തളർന്നായിരിക്കും. അപ്പൊ അമ്മുക്കുട്ടിക്ക് എന്നും അമ്മ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും. അന്നൊരു ദിവസം അമ്മയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കടയിൽ നിന്ന് 2 പീസ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് അമ്മുക്കുട്ടി വരുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു. അമ്മുക്കുട്ടിയുടെ അനിയൻ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക. കൊച്ചു ടിവിയില് കാർട്ടൂൺ അപ്പൂനെയൊക്കെ കണ്ടോണ്ടിരിക്കുക. അമ്മുക്കുട്ടി ഓടി വന്നു. വിശന്നാ ഓടി വരുന്നത്. എന്നാലും കാർട്ടൂൺ കണ്ടപ്പം അമ്മുക്കുട്ടിക്ക് ടിവിയുടെ അടുത്തുനിന്ന് പോകാനേ കഴിഞ്ഞില്ല. ഡ്രസ്സും ബാഗും എല്ലാം അവിടെ വെച്ചിട്ട് അമ്മുക്കുട്ടി കാർട്ടൂൺ കണ്ടോണ്ടിരുന്നു. അങ്ങനെ സമയം പോയി. കുറേ നേരം കഴിഞ്ഞപ്പോ അമ്മ ചോദിച്ചു, മോൻ കേക്ക് കഴിച്ചോ? അപ്പൊ അമ്മുക്കുട്ടി പറഞ്ഞു, അയ്യോ ഇല്ലമ്മേ, ഞാൻ കഴിച്ചില്ല. എന്നാ ഇപ്പൊ അത് വല്ല പൂച്ച എടുത്തോണ്ട് പോയിരിക്കുമെന്ന് അമ്മുക്കുട്ടിയുടെ അമ്മ പറഞ്ഞു. അമ്മുക്കുട്ടി ചെന്ന് നോക്കിയപ്പം അവിടെ പാത്രത്തില് 1 പീസ് കേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2 പീസ് കേക്ക് ഉണ്ടായിരുന്നു. ഒന്നെവിടെ പോയി? അമ്മുക്കുട്ടി നോക്കിയപ്പോഴുണ്ടല്ലോ, ഒരു എലിയച്ചൻ വന്ന് ആ 1 പീസ് കേക്കും എടുത്തോണ്ട് ഓടുന്നു. അപ്പോഴാ ഓടിപ്പോയ എലിയച്ചൻ ചെന്നുപെട്ടതോ ഒരു പൊന്തൻ പൂച്ചയുടെ മുന്നിലോട്ട്. പൊന്തൻ പൂച്ചയെ കണ്ടപ്പോഴത്തേക്ക് എലിയച്ചൻ കേക്ക് കഷ്ണം അവിടെ ഇട്ടിട്ട് ഓടടാ ഓട്ടം. ഓടി കട്ടിലിനടിയിലും മേശയുടെ അടിയിലും അലമാരിയുടെ അടിയിലും ഒക്കെ കയറി. ലാസ്റ്റില് എലിയച്ചന് കേക്കും കിട്ടിയില്ല, എലിയെ പൂച്ചയ്ക്കും കിട്ടിയില്ല. അമ്മുക്കുട്ടിക്കോ കേക്കും പോയി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? ആഹാര സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം, അല്ലേ? അത് വേസ്റ്റ് ആക്കരുത്. കാർട്ടൂൺ കണ്ടോണ്ടിരുന്ന് ആഹാര സാധനം കഴിക്കാതിരിക്കരുത്. ഇത്രേ ഉള്ളൂ മാം. ശരിയാണ്. ഭക്ഷണം നമ്മളെ കാത്തിരിക്കില്ല. അല്ലെങ്കിൽ എന്താ, നമ്മള് ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമ്മള് പിന്നെ അതിനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. ഇപ്പൊ ചിലവരുണ്ട്, ഭക്ഷണം എടുത്ത് വെക്കാൻ അവിടെ പോയി ടി വി കാണാം, അതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അതാണ് അതിന്റെ ഒരു എന്താ പറയാ മോറൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആരാ? അറിയില്ലേ? പേര് വിളിക്കണേ. ഞാൻ പറയട്ടെ മിസ്സേ. ദേവന്. ഒരിടത്ത് ഒരു ദുഷ്ടത്തിയായ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നേ. ഈ കൊച്ചമ്മക്ക് ഈ എലിയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ പുള്ളിക്കാരത്തി റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പൂച്ചേനെ പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ്, ഇവിടെ ഭയങ്കര എലിശല്യമാണ്, നീ എലീനെയൊക്കെ പിടിച്ചാലേ നിനക്ക് തീറ്റ തരുള്ളൂ. എന്നിട്ട് പൂച്ച ശ്രമിക്കുന്നു, എന്ത് ചെയ്ത എലീനെ കിട്ടുന്നില്ല. എലി ഓടി ഓടി മാളത്തിൽ ഒളിക്കുക. പൂച്ചക്കാണെ സങ്കടം, എലീനെയും കിട്ടണില്ല, എലീനെ പിടിക്കാത്തോണ്ട് കൊച്ചമ്മ തീറ്റയും കൊടുക്കുന്നില്ല. അങ്ങനെ 1 ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി, തീറ്റ കിട്ടാണ്ടായപ്പോ പൂച്ചക്ക് സങ്കടമായി. പൂച്ച ക്ഷീണിച്ച് സങ്കടപ്പെട്ട് കരയുമായിരുന്നേ. അപ്പൊ എലിക്ക് ഈ പൂച്ചേനെ കണ്ടപ്പോ സഹതാപം തോന്നിയിട്ട് എലിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് പൂച്ചേനോട് വന്ന് പറയും, നീ സങ്കടപ്പെടണ്ട, ഞാൻ നിനക്ക് പിടി തന്നെ പോലെ അഭിനയിക്കാം. നീ എന്നെ പിടിച്ച് കൊച്ചമ്മേനെ കാണിച്ചിട്ട് നീ ഭക്ഷണം മേടിച്ചോ, പക്ഷെ എന്നെ കൊല്ലാൻ പാടില്ല, എനിക്കും പങ്ക് തന്നെ എന്ന് പറയും. അങ്ങനെ ഇവര് 2 പേരും കൂടി അഭിനയിച്ച് പൂച്ച എലീനെ പിടിക്കണ പോലെ അഭിനയിക്കും.
എന്നിട്ട് കൊച്ചമ്മേനെ കാണിക്കുമ്പോ കൊച്ചമ്മ ഈ സന്തോഷത്തില് ഒരു കഷ്ണം കേക്ക് ഇവന് കൊടുക്കും. ഇതാരും കാണാണ്ട് പൂച്ചയും എലിയും കൂടി ഇത് പങ്കിട്ട് തിന്നും. അങ്ങനെ ഇവര് ഡെയിലി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എലി അഭിനയിക്കും, പൂച്ചക്ക് കേക്ക് കിട്ടും, ഇവര് രണ്ടുപേരും പങ്കിട്ട് തിന്നും. അപ്പൊ കൊച്ചമ്മയുടെ എലിശല്യവും തീർന്ന് പൂച്ചക്കും കേക്ക് കിട്ടി, എലിയുടെ വിശപ്പ് അടങ്ങി. അപ്പൊ അങ്ങനെ അവര് മൂന്നുപേരും ഹാപ്പിയായി. അത്രേ ഉള്ളൂ. ഒരു വെറൈറ്റി കഥ അല്ലേ? നമസ്കാരം. ദീപ. ദീപ സുരേഷ്. ആദർശ് സച്ചു. അമല. പറയുവാനെങ്കിലും കഥ പറയൂ. കഥ പറയാൻ. ഐശ്വര്യ. ഐശ്വര്യ, അമല, ആദർശ്, സച്ചു, ശിവ സുരേഷ്, ലുപ്ന, മിസ്, ഞാൻ ഇപ്പഴാ ക്ലാസ്സിൽ കയറിയത്. ഇതെന്താന്ന് മനസ്സിലായില്ലേ? വെറുതെ കഥ ഉണ്ടാക്കി പറയാണോ? വെറുതെ ഉണ്ടാക്കിയാ മതി. ടോപ്പിക് അതാണ്. ഒരു കേക്കിന്റെ പീസ് ഉണ്ട്, റാറ്റ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ഇതില് 3 കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കേക്കിന്റെ പീസ് ഉണ്ട്. കേക്കിന്റെ പീസ്. കേക്കിന്റെ പീസ്, പിന്നെ റാറ്റ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ഈ 3 പേരെയും വെച്ചിട്ട് ഒരു കഥ ഇവിടെ അവതരിപ്പിക്കാം. ഓക്കെ, ഇത്തിരി 5 മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മലയാളത്തിലാണോ? മലയാളത്തിൽ. ഓക്കെ. റെഡിയാണോ? ഇല്ല, ഞാൻ ലേറ്റ് ആയി പോയി കേറാൻ. ഞാൻ ചോദിക്കാം. ഇന്നലെ കേറിയില്ലേ? ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്നലെ കേറി മാം. ഇല്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു, ഡിബേറ്റിനുണ്ടായിരുന്നു. ഡിബേറ്റിനുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. തിങ്കളാഴ്ച അല്ലേ മാം ഡിബേറ്റ് ഉണ്ടായിരുന്നു? മൺഡേ ആയിരുന്നു ഡിബേറ്റ്. അതെ മാം, അതെ. യെസ് മാം. ഇന്നലെ മിസ്സായിരുന്നാ? ഇന്നലെ ഞാൻ കേറിയില്ല. ഓർമ്മയില്ല. ഇന്നലെ ഞാൻ കേറിയില്ല. ഇന്നലെ ആരായിരുന്നു? ഇന്നലെ മിസ്സായിരുന്നാ? ചൊവ്വാഴ്ച ഞാനായിരുന്നില്ല. അല്ലല്ല, ജിഷ മാം ആയിരുന്നു. മൺഡേ ആയിരുന്നു മാം തിങ്കളാഴ്ച ആണല്ലേ? നാളെ മറ്റന്നൊക്കെ മിസ്സായിരിക്കും കേട്ടോ. അപ്പോ സെമിനാറിനുള്ളവര് റെഡി ആവാൻ പറയാറ്. നിങ്ങളെന്നെ കണ്ടുകൊണ്ട് ചിലപ്പോ മടുക്കും, വെറുപ്പാവും എന്നെ. ഇല്ല മിസ്സേ, അടിപൊളിയാ മിസ്സിന്റെ ക്ലാസ്. ഞങ്ങക്ക് ക്ലാസ് രസാണ്. എന്താണ്? ഞങ്ങൾക്ക് ക്ലാസ് കയറുന്ന തന്നെ ഒരു രസാണ്. അതെ അതെ. നമുക്ക് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ആക്ടിവിറ്റി ചെയ്യാം. നമ്മുടെ ക്ലാസ് എന്തായാലും ഒരു മെയ് ഫസ്റ്റ് വീക്ക് ഒക്കെ വരെ ഉണ്ടാവും. ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാനുള്ളത്. മാം, ആ സെമിനാർ എടുക്കുന്ന 12th 13 14 ഗ്രൂപ്പ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ആവണം. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാമും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ ഒരാളില്ല, അടുത്ത ഗ്രൂപ്പ് എടുത്തോന്നൊരു ടോക്ക് വരും. ഓക്കെ.
പറഞ്ഞോളാം, ലാസ്റ്റ് പറയാം. ക്രിസ്റ്റിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കേട്ടോ. ആ കുട്ടിക്ക് ആ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്പാണോ ക്രിസ്ത്യ? പറഞ്ഞു യെസ് മാം, ഗ്രൂപ്പ്. കുഴപ്പമില്ലല്ലോ ക്രിസ്ത്യ? ക്രിസ്ത്യക്ക് എടുക്കാൻ പറ്റുമോ നാളെ? ഓക്കെ. പക്ഷെ ഏതാ ടോപ്പിക് എന്നുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞാലേ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അവരൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഉള്ളവരോട് ചോദിച്ചാൽ മതിയൊന്ന്. ഞാനാ സ്റ്റോറി പറയാത്തത് രണ്ടുപേര് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ? ഹലോ മാം. യെസ് മാം. കൊറേ നേരം വിളിക്കണു മാം, കേൾക്കണില്ല മാം. ഞാൻ പറയാം. ഒരു ചെറിയ വീട്ടിൽ ഒരു പൂച്ചയും ഒരു എലിയും താമസിച്ചു. പൂച്ചയുടെ പേര് മിന്നു, എലിയുടെ പേര് കുട്ടു. ഇവര് എപ്പോഴും തമ്മിൽ വഴക്കായിരുന്നു. ഒരു ദിവസം അടുക്കളയിൽ ഒരു വലിയ കേക്ക് കണ്ടു. ഇവിടെ ഒരു ചെറിയ കുട്ടുമുണ്ട് മാം. ഒരു ദിവസം അടുക്കളയിൽ ഒരു വലിയ കേക്ക് കണ്ടു. മിന്നു പറഞ്ഞു, ഇത് എനിക്ക് മാത്രം. അപ്പൊ കുട്ടു പറഞ്ഞു, അല്ല എനിക്കും വേണം. അവർ കേക്കിനായി തർക്കിച്ചു. അവസാനം കുട്ടു പറഞ്ഞു, നമ്മൾ ഇത് പങ്കിട്ട് കഴിക്കാമല്ലോ. മിന്നു ഒന്ന് ചിന്തിച്ചു, പിന്നെ ചിരിച്ചു. ശരി, നമുക്ക് കൂട്ടുകാരാകാം. അവർ കേക്ക് രണ്ടായി മുറിച്ചു, ഒരുമിച്ച് സന്തോഷത്തോടെ കഴിച്ചു. അന്നു മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി. സോ പങ്കിട്ട് കഴിക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാവും. ദാറ്റ്സ് ഓൾ മാം. കഴിഞ്ഞു മാം. സ്റ്റാറാണ് ആരെങ്കിലും പറയാത്തെ? രണ്ടുപേര് വന്നു, അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ആവട്ടെ. ആരൊക്കെയാ? വിനീത, വിനീത അനീഷ്, സ്മയ രാകേഷ്, ഇതൊക്കെ നമ്മൾ കാണാറില്ലല്ലോ വിനീത അനീഷിനായിട്ട്. വിന്യ, ഓക്കെ. എന്ത് പറ്റി വിസ്മയ? പനിയാണോ? പനി ആയിരുന്നു, 2 പ്രാവശ്യം പനിച്ചിരിക്കുമായിരുന്നു. കണ്ടു. എനിക്ക് മൗത്ത് അൾസർ ഉണ്ടേ, അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട്, സംസാരിക്കാനൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു. ശരി ശരി. ഈ കഥ ഇപ്പൊ ഞാൻ കേൾക്കാൻ പറ്റോ രണ്ടുപേരുടെ? യെസ് മാം, ഞാൻ പറയാം കഥ. ഒരു നാട്ടില് ചിന്നുപൂച്ചയും മിട്ടു എലിയും ഉണ്ടായിരുന്നു. ചിന്നും മിട്ടും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കെ, പക്ഷെ എന്നിരുന്നാലും ചിന്നുപൂച്ചയ്ക്ക് കുറച്ചൊരു കുശുമ്പുള്ള കൂട്ടത്തിലായിരുന്നു. ആൾക്ക് എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം, ആർക്കും ഷെയർ ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കുറച്ച് കുശുമ്പൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു ചിന്നുപൂച്ച. ഒരു ദിവസം ചിന്നു ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ചിന്നപ്പൻ ചേട്ടൻ ചിന്നുവിനൊരു കേക്ക് കൊടുക്കുന്നത്. അപ്പൊ കേക്ക് കിട്ടിയപ്പോ ചിന്നു ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം തന്നെ കുറച്ച് സങ്കടവും വന്നു. ഇതിനിപ്പോ മുഴുവനും എനിക്ക് തിന്നണം, ഇനിയിപ്പോ മിട്ടു എങ്ങാനും കണ്ടാലൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ചിന്നു കുറേ ആലോചിച്ചു, എങ്കിൽ ഞാനിത് പോയിട്ട് അവിടെ ഒരു മുറിയിൽ ഒളിപ്പിച്ച് വെക്കാം, ഒരു പാത്രത്തിനകത്ത്. എന്നിട്ട് മിട്ടു പുറത്തു പോകുന്ന തക്കം നോക്കി മെല്ലെ എടുത്ത് കഴിക്കാമെന്ന് ചിന്നു തീരുമാനിച്ചു. അങ്ങനെ കേക്ക്
അവൾ ഒളിപ്പിച്ച് വീട്ടിലേക്ക് ആരും കാണാതെ വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ച് അവൾ ഒളിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒളിപ്പിച്ച് കഴിഞ്ഞ് വാതിൽ ഇങ്ങനെ ഒളിപ്പിച്ച് കഴിഞ്ഞ അവസരമാണ് നമ്മളുടെ മിട്ടുഎലി വാതിൽ മുട്ടുന്നു. മിട്ടുഎലി വാതിൽ മുട്ടുന്നത് കേട്ടപ്പോ ചിന്നുവിന് ചെറിയൊരു പേടിയൊക്കെ വന്നു. ഇനിയിപ്പോ ഇവളെങ്ങാനും കണ്ടുപിടിക്കുമോ ഈ കേക്ക് എന്ന് വെച്ചിട്ട് ചിന്നുപൂച്ച കുറച്ചൊരു പരിഭ്രമവും കള്ളത്തരമൊക്കെ മുഖത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ മിട്ടുഎലി വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു വിധേന കേക്കൊക്കെ ഒളിപ്പിച്ച് മറച്ചു വെച്ച് നമ്മളുടെ ചിന്നുപൂച്ച കതക് തുറന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തില് നീ വന്നോ, വാ ഇരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അപ്പോണ്ട് നമ്മളുടെ മിട്ടുഎലി വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോ ചിന്നുവിനൊരു സംശയം, ഇനിയിപ്പോ എങ്ങാനും നമ്മുടെ ചിന്നപ്പച്ചേട്ടൻ പറഞ്ഞോ കേക്ക് കൊടുത്ത വിവരം ഇവളോട്, അതാവോ അവളുടെ മുഖത്തൊരു സന്തോഷം എന്ന് ചിന്നുപൂച്ച കരുതി. അപ്പൊ ചിന്നുപൂച്ചക്ക് മനസ്സിലായില്ല. അപ്പൊ മിട്ടുവിന്റെ കയ്യിലൊരു പൊതിയും ഉണ്ട്. അപ്പൊ മിട്ടു എന്ത് ചെയ്തു, ചിന്നുവിനോട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എന്തിനാ കണ്ണടയ്ക്കുന്നത്, ഞാൻ കണ്ണൊന്നും അടയ്ക്കില്ല. അവൾക്ക് പേടിയാണ് ചിന്നുവിന്, ഇനി കേക്കെങ്ങാനും കണ്ടെത്തിയെങ്കിലോ വെച്ചിട്ട്. എന്നിട്ടും ചിന്നുവിനോട് പറയും, നീ കണ്ണടയ്ക്കൊന്ന് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ ചിന്നുപൂച്ച നല്ല കണ്ണൊക്കെ അടച്ചിട്ട്, വലിയ വിശ്വാസമൊന്നുമില്ല എങ്കിലും കണ്ണൊക്കെ അടച്ചിരിക്കും. അപ്പൊ നമ്മളുടെ മിട്ടുഎലി പറയും, കണ്ണടച്ചോ? അടച്ചു, ഇനി ഒന്നും മെല്ലെ കണ്ണ് തുറന്നേന്ന് പറയും. കണ്ണ് തുറക്കുമ്പോ ചിന്നുപൂച്ച കാണുന്നത് നല്ലൊരു ബർത്ത്ഡേ കേക്ക്, വലിയൊരു ബർത്ത്ഡേ കേക്ക് നമ്മളുടെ മിട്ടുഎലി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോ ചിന്നുവിന് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇതെന്താ വലിയൊരു കേക്കൊക്കെ നിന്റെ കയ്യില്, നീ മറന്നോ? ഇന്ന് നിന്റെ പിറന്നാളല്ലേ, നമുക്കിത് മുറിക്കണ്ടേ എന്ന് പറയും. ഹാപ്പി ബർത്ത്ഡേ ചിന്നു എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് മിട്ടുഎലി പൂച്ചയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോ ചിന്നുവിന് വളരെ സങ്കടവും സന്തോഷവും ഒക്കെ തോന്നും. അപ്പോ വേഗം അവര് തമ്മിൽ മുറിച്ചതിന് ശേഷം ചിന്നുപൂച്ച പോയിട്ട് ആ ഒളിപ്പിച്ചു വെച്ചിരുന്ന കേക്ക് എടുത്തിട്ട് ആദ്യം നമ്മളുടെ മിട്ടുഎലിക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവര്, നീയാണ് എൻ്റെ സുഹൃത്ത് എന്ന് പറയുകയാണ്. ഇത് നല്ല സന്ദേശം. കൂട്ടുകാരായിരിക്കുക, എപ്പോഴും ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടായിരിക്കും. താങ്ക് യു. ഞാൻ പറയുന്നത് സ്നേഹതിയാണോ പറയാനായിട്ട്? ടെൻഷൻ ഉണ്ട്, ഞാൻ ഇതുവരെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടില്ല. ടെൻഷൻ അടിക്കണ്ട, ഇവരൊക്കെ അങ്ങനെ തന്നെ നമ്മള് അല്ലേ, മഞ്ജുവിനൊക്കെ കണ്ടു പഠിക്കും. അത് എനിക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നേ, മൗത്ത് അൾസർ, വാ മുഴുവൻ പൊട്ടിയിട്ടപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കുറച്ച് ഓക്കെ ആയിരുന്നു. ഒരു ചെറിയൊരു എലി ഒരു വീടിന്റെ അടുക്കളയിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം എലി ഒരു വലിയ മധുരമുള്ള കേക്ക് കണ്ടു. എനിക്ക് സന്തോഷമായി. എലി ആ കേക്ക് സന്തോഷത്തോടെ തിന്നുമ്പോ ഒരു പൂച്ച വന്നു. അപ്പോൾ എലിക്ക് പേടിയായി. എലി ഓടിയില്ല. എലി ആ കേക്ക് പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ച നല്ല വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ പൂച്ചയ്ക്ക് സന്തോഷമായി. പൂച്ച ആ കേക്ക് കഴിച്ചു. അതുകൊണ്ട് എലി ഓടിച്ചുമില്ല, അവർ നല്ല സുഹൃത്തുക്കളായി. പിന്നീട് നല്ല ചെറിയ സ്റ്റോറി. ചെറിയ സ്റ്റോറി എല്ലാരും പറയുന്നേ, ഇങ്ങനെ പറഞ്ഞാണ് നമ്മള് ഒരു പേടിയില്ലാതെയൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, പേടിയൊക്കെ തന്നെ മാറിക്കോളും. മറ്റൊക്കെ എന്ത് പേടിയായിരുന്നു, ഇപ്പൊ ആള് കൂളായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. മനുഷ്യന്മാരാണ്, ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു ഇതാ അല്ലേ. ഞാൻ പറയുമ്പോഴും തെറ്റുണ്ടാവാം, ചിലപ്പോ എനിക്ക് ചിലപ്പോ സംസാരിക്കാനൊക്കെ ചിലപ്പോ കിട്ടാതെ വരാം ഇല്ലേ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ, അങ്ങനെ ആരോടും സംസാരിക്കത്തില്ല. അതാ ആരും സംസാരിക്കത്തില്ല. ഇല്ല, കുറവാ. ശരിയാക്കി തരാം അല്ലേ മഞ്ജു? ശരിയാക്കാം അല്ലേ? അയ്യോ, വെറുതെ പറഞ്ഞതാ, ടെൻഷൻ അടിക്കരുത് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. തിരിച്ചാ എല്ലാരോടും ചാടിക്കരുമുണ്ട്. അതെനിക്കിപ്പോ അബദ്ധമായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും പറയും ഒന്ന് വാ കൂട്ടി വെക്കെന്താ പറയണം.
നല്ലതാ. ഇപ്പൊ ഞാനൊക്കെ ഇപ്പം വിറയ്ക്കുവാ ചെയ്യുന്നത്. അത് വേണ്ട. വിറയ്ക്കേണ്ട എന്താവശ്യം? ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾ തമ്മിൽ ശരിക്കും കാണുന്നേ ഇല്ലല്ലേ? അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള പ്രസൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൂമില് ഇപ്പൊ കൊറോണയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്തിരുന്നത് അതുപോലെ തന്നെയല്ലേ നമ്മളിപ്പോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്താലും വിസ്മയ നമ്മള് ഇത് ചെയ്യേണ്ടി വരും. ഒരു ടീച്ചർ ആവുമ്പോ ആലോചിച്ച് നോക്കിയേ, കുട്ടികളുടെ 4 കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ക്ലാസ് എടുക്കണം, കറക്റ്റാതെ നിന്നെടുക്കണം, എന്നാലേ സെലക്ട് ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഒരു സ്കൂളിലൊക്കെ പോകുമ്പോ എന്റെ മോളുടെ സ്കൂളിലൊക്കെ 5 റൗണ്ട് ഇന്റർവ്യൂ ആണ് അവർക്കുള്ളത് ടീച്ചർ എടുക്കാനായിട്ട്. ഒരു UKG-ലായാലും ഏത് ക്ലാസ്സിൽ എടുക്കണമെങ്കിലും 5 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവും. ആദ്യം ഒരു ടോപ്പിക് തരും, ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും, ക്ലാസ് എടുപ്പിക്കും, ഡെമോ ക്ലാസ് എടുപ്പിക്കും. പിന്നെ അവരൊരു ടോപ്പിക് തരും, അത് നമ്മൾ എഴുതി കൊടുക്കുക. നമുക്ക് എന്താ പറയാ, എഴുതാനുള്ള കഴിവുണ്ടോ, ഇംഗ്ലീഷിൽ റൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും, വൈസ് പ്രിൻസിപ്പളായിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. അവരൊക്കെ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഞാൻ മൾട്ടിമീഡിയ പഠിച്ച് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ ആഫ്റ്റർ മാരേജ് ഞാൻ മധ്യപ്രദേശ് പോന്നു. അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കുറവാ. അപ്പൊ ഞാൻ ഒതുങ്ങിക്കൂടി. ഹസ്ബൻഡ് മധ്യപ്രദേശാ. അപ്പൊ അങ്ങനെ സംസാരിക്കലില്ല, ഇങ്ങനെ ഒതുങ്ങിക്കൂടി മിണ്ടാതായി, അങ്ങനെ ആയതാ. ഇതൊക്കെ ഞങ്ങളോട് നേരത്തെ പറയണ്ടേ, അപ്പൊ ശരിയാക്കി എടുക്കാറുണ്ടല്ലോ അല്ലേ? ഒത്തിരി പേരുണ്ട് മാം. നമ്മുടെ ക്ലാസ്സിൽ ഏതാണ്ട് 120ക്ക് അടുത്ത് 125 മെമ്പേഴ്സ് ഉണ്ട് ക്ലാസ് ഈ നമ്മുടെ ബാച്ചിൽ. അതിലാകെ ഒരു 30+ മെമ്പേഴ്സ് മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ചിലവരൊന്നും മിണ്ടത്ത് പോലും ഇല്ല. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ എന്തുമാത്രം മെസ്സേജ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയും, റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവരാണേലും ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ നമ്മളെപ്പോഴും പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ഗ്രൂപ്പിലാണേലും എല്ലാവരും ആഡ് ചെയ്ത് എല്ലാവരും ആക്റ്റീവാണ്. അപ്പൊ ആരുമായിട്ട് കോണ്ടാക്റ്റും ഇല്ല, ടച്ചും ഇല്ല. നമ്മളൊക്കെ നല്ല ജോളിയാണ്, ക്ലാസ്സിലെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എന്നാലും കുറെ പേരൊക്കെ ഉണ്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആൾക്കാർ. ഈ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്ന ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. കാരണം ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട് മാം നമ്മുടെ ക്ലാസ്സിൽ. അവരാരും മുന്നോട്ടൊന്നും വരാനായിട്ട് ശ്രമിക്കുന്നില്ല, ഇങ്ങനെ ഒതുങ്ങിക്കൂടി. ഇപ്പൊ മഞ്ജുവൊക്കെ കണ്ടില്ലേ, മിണ്ടായിരുന്നു, ചാടി ഇപ്പൊ നിൽക്കും. അതുപോലെ എല്ലാരും ഫ്രണ്ടിലോട്ട് വരണം. ഒത്തിരി ഇപ്പൊ തന്നെ മാം ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞപ്പോ എത്ര പലതരം വെറൈറ്റി സ്റ്റോറീസ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ നല്ല കഴിവുകളുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഓരോ ആക്ടിവിറ്റി അസൈൻമെന്റ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് ഇതൊക്കെ ചെയ്യെന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട്. നമ്മളൊരു 30+ പേര്, അത്രയും പേരേ ഉള്ളൂ. ബാക്കി ആരും ഒന്നിനും വരത്തില്ല. നമ്മളിങ്ങനെ ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴുള്ള ആൾക്കാരാണോ ഇപ്പൊ? അല്ല, ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഫ്രണ്ട്സായി, കൂട്ടുകൂടി. അപ്പൊ നമ്മുടെ ചിന്താഗതികൾ മാറി, നമ്മൾ ഒരുപാട് ഡെവലപ്പായി. അപ്പൊ അതുപോലെ മറ്റുള്ളവരും ഫ്രണ്ടിലോട്ട് വരണം. റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളും ഒക്കെ ഒന്ന് ഞങ്ങളുടെ കൂടെ ഒക്കെ ജോയിൻ ചെയ്തൊന്ന് ആക്റ്റീവായി. ഇനിയിപ്പോ നമ്മൾ എത്ര നാളുണ്ട്, കുറച്ച് നാളെ ഉള്ളു. അത് കഴിയുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും, അയ്യോന്ന് ഉള്ള ഒരു അവസ്ഥയായിപ്പോ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു മെമ്മറീസ് ആയിട്ട് കരുതാൻ പറ്റുന്നത്. വിസ്മയ്ക്ക് ടെൻഷനൊന്നും ആവണ്ട, എന്താവശ്യം ഉണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ചിക്കു, പ്രസീത, മഞ്ജു ഒക്കെ ഉണ്ട്, വിൻസി, എല്ലാവരും ഉണ്ട്. അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും അവര് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്താ കുഴപ്പം? ടെൻഷനൊന്നും ആവരുത്. എനിക്കിപ്പോ എന്തെങ്കിലും അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഒരു മെസ്സേജ് എന്നിട്ട് എങ്ങനെയാണ് അതൊക്കെ ചോദിച്ച് ഒരു പരിചയമില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ ഇപ്പൊ പരിചയമായിട്ട് എത്ര പേരാന്നറിയോ ഫ്രണ്ട്സ് ആയിട്ടിരിക്കണേ. ഞാൻ പറയാനാണ്, നമ്മളിപ്പോ ശരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോ നമുക്ക് ഒരു പരിചയവും ഇല്ല. അതിപ്പം എന്തായാലും ഗേൾസ് മാത്രമേ ഉള്ളൂ. ചേട്ടനിങ്ങനെ സമ്മതിക്കൊന്നുമില്ല കേട്ടോ, എന്നെ ഓൺലൈൻ ക്ലാസ് അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നല്ല, അത് ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു വാശിയില്, പുറത്തോട്ട് പോകാനല്ലേ സമ്മതിക്കാത്ത ആ വാശിയിലാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോഴും ഇനിയിപ്പോ സാറന്മാരൊക്കെ ക്ലാസ് എടുക്കണമെങ്കിൽ അങ്ങേർക്ക് അത് മതി. ഞാൻ പറയണേ, ഇഷ്ടമല്ല അങ്ങനെയൊന്നും. ഭാഗ്യത്തിനെല്ലാം ടീച്ചർമാരാ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് മീൻസ് കുഞ്ഞു കുട്ടികൾ ആമ്പിള്ളേരാണെങ്കിൽ ചേട്ടൻ അടിക്കുവോ? അതെന്തായാലും നന്നാവാൻ പോണില്ല. ചേട്ടൻ എന്തായാലും നന്നാവാൻ പോണില്ല. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ അടങ്ങിയിരിക്കാനും പോണില്ല. മനസ്സിലായ? അതിന്റെ വഴിയിൽ വിട്ട് അത് അങ്ങനെ വളർന്നു വന്ന അന്ന് ഞാനത് മനസ്സിലാക്കി. ഇത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ മറ്റേ ഇംഗ്ലീഷ് അശ്വതി മിസ് പറഞ്ഞ്,
അവരുടെ ക്യാരക്ടർ ഇനി മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഇനി അതിന്റെ പുറകെ പോയി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ മുന്നേറുന്ന നമ്മൾ വിചാരിക്കും. ഇത്രയും നാളെ നമ്മൾ എന്താ വിചാരിച്ച കുട്ടികളൊക്കെ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ ഇരുന്നത്. ഇനി ഇപ്പൊ കുട്ടികളൊക്കെ ഇതായി. ഇനി നമ്മളെ കാര്യം നോക്കി ഇനി എന്താ പറയുക, ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് ഉണ്ടല്ലോ. അതിനു വേണ്ടി ഞാനിപ്പോ ഇങ്ങനെ എന്താ പറയുക, നമ്മള് കയ്യിൽ കാശ് മേടിക്കാനൊക്കെ ആണെങ്കിൽ എപ്പോഴും ചോദിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കയ്യില് അങ്ങനെ ഒരു ഇതുണ്ട്, തരും എന്താണെങ്കിലും തരും. പക്ഷെ അങ്ങനെയല്ല, എനിക്കിഷ്ടമല്ല കൈ നീട്ടുന്നത്, എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ എങ്ങനെയെങ്കിലും ഇത് പുറത്ത് ജോലിക്ക് വിടാനും ഇഷ്ടമല്ല. ഇതാവുമ്പോഴത്തേക്കും ഈ കോഴ്സ് ചേർന്നതാണ്. ഇതാകുമ്പോഴത്തേക്കും എന്താ പറയണ, നമുക്ക് തന്നെ തുടങ്ങാമല്ലോ. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനിങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു. മഞ്ജുരി ജോലി കിട്ടിയ മിസ്സിനൊന്നും അറിയിക്കണോട്ടോ. ആരായാലും പറഞ്ഞാൽ ആരെങ്കിലും ഒരാള്. അത് ഞാൻ തന്നെ മിസ്സിനെ വിളിച്ചു തരാം. ഞങ്ങൾ മിസ്സിന്റെ നമ്പർ ഞാൻ മേടിച്ചോണ്ടേക്കോളാം. അല്ലെ, ഞാനിവിടെ തുടങ്ങണമെങ്കിൽ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യും. എല്ലാരും വന്നോ, നമ്മുടെ ബാച്ചിനെ എല്ലാരെയും വിളിക്കും ഞാൻ. എനിക്ക് നമുക്ക് ഈ പരീക്ഷ കഴിഞ്ഞതിന്റെ ജോലി കൊടുക്കാനും പറ്റും. പരീക്ഷ കഴിഞ്ഞതിന്റെ തെറ്റുള്ള ആൻസർ നമുക്ക് കേൾക്കാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? ഒന്നും കേൾക്കാനില്ല മിസ്സേ. നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞതിന്റെ നമുക്ക് തെറ്റുള്ള മാർക്ക് ആൻസേഴ്സ് ഉണ്ടല്ലോ, അത് അറിയാൻ പറ്റാൻ വല്ല വകുപ്പുണ്ടോ? അതറിയാൻ പറ്റാനായിട്ട് അതറിയില്ല. ആൻസർ കീ ഇട്ട് തരുമെന്ന് അറിയില്ല. ഫൈനൽ എക്സാമിന്റെ ആൻസർ കീ ഇട്ട് തരുന്നത്. ശരിക്കും നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണെന്ന് ഉള്ള ഒരു രീതിയിലേക്കാണ് ഈ എക്സാം നടത്തുന്നത്. മനസ്സിലായി. നമുക്ക് ഇപ്പൊ നമ്മൾ തെറ്റായിട്ട് പഠിച്ചു വെച്ച സാറിനാണെങ്കിൽ ഏതാ തെറ്റെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അത് ഏതാ തെറ്റെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാ ചോദിച്ചേ. മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാ വന്നേക്കണത്. പക്ഷെ ധൃതി പിടിച്ച് നമ്മൾ ആൻസർ എഴുതിയപ്പോഴത്തേക്കും നമുക്ക് കുറെ നേരം വായിക്കാണ്ട് ആൻസർ എഴുതി. അപ്പത്തേക്കും രണ്ടാമത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ശരിയാവോ എന്താ ഇവിടെ ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ആൻസർ കിട്ടൂലേ. ഏതാ നമ്മൾ തെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തത് അത് അറിയാനായിട്ടാ ചോദിച്ചേ. നമുക്ക് ക്വസ്റ്റ്യൻ ഓർമ്മയില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെയൊന്നും അറിയാറില്ല. പിന്നെ ഏകദേശമൊക്കെ മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ ഒരു ഡൗട്ടായിരുന്നു. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ മാം വന്നത്, വേറെ ഔട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല. സെയിം തന്നെ, കുറച്ചൊന്നും അങ്ങോട്ട് ഡൗട്ട് വന്നു. മാം മോക്ക് ടെസ്റ്റിലെയും ടെക്സ്റ്റ് ബുക്കിലെയും ക്വസ്റ്റ്യൻസ് തന്നെ വന്നത്. പിന്നെ ഒരു ഇച്ചിരി സെന്റൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയൊക്കെ ഒരു രീതിയിൽ ചോദിച്ചു, എന്നാലും അത് തന്നെയാ വന്നത്. കറക്റ്റ് ടെക്സ്റ്റിലും അത് തന്നെ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് റെഫർ ചെയ്തപ്പോഴത്തേക്കും അതല്ല ഞങ്ങൾക്ക് അങ്ങനെയല്ല മാം പറഞ്ഞേ. ഇപ്പൊ ചിലപ്പോ നമ്മൾ ആ വെപ്രാളത്തിൽ ഏതെങ്കിലും തെറ്റ് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ തെറ്റ് സെലക്ട് ചെയ്തതാണോ, അതോ നമ്മളുടെ നോളജിനകത്ത് നമ്മൾ തെറ്റായി സാധനം പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിയാനായിട്ട് എങ്ങനെ ചോദിച്ചാൽ, തെറ്റായി നമ്മൾ ഏത് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആ ലിങ്കിൽ തന്നെ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അറിയാൻ പറ്റില്ല. അങ്ങനെ കയറാൻ പറ്റുള്ളൂ. അത് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? അറിയില്ല, എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത് കേട്ടോ. ചെയ്ത് നോക്കിക്കോളൂ, ചിലപ്പോ കിട്ടിയെങ്കിലോ. സ്കോർ കാണാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് മെമ്മറൈസ് പതുക്കെ നമ്മൾ ചെയ്യുമ്പോഴേ, ആ വെപ്രാളത്തെ ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പം നമ്മൾ ചിലപ്പം കറക്റ്റ് ആണോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ആൻസർ കീ ഇട്ട് കൊടുക്കാന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിന് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ മഞ്ജു പ്രശ്നം? അല്ല, ചിലത് നമ്മൾ എഴുതിയെങ്കിലും ആ പേരൊക്കെ കണ്ട ആൻസർ കറക്റ്റ് ആണോ ഇല്ലേ, അത് തെറ്റിപ്പോയാന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണോ തെറ്റിയത് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പൊ കിട്ടിയാൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. മനസ്സിലായ അത് തെറ്റിയത് ഏതാന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആരുടെ ഇപ്പൊ ഏതിനാണ് മാർക്ക് കുറഞ്ഞതെന്നോ ഒരു പിടിയില്ല. ഇംഗ്ലീഷിനാണോ ഏത് ഇതിനാണ് നമുക്ക് മാർക്ക് കുറഞ്ഞേക്കണേന്നൊന്നും ഒരു പിടിയില്ലല്ലോ. മാർക്ക് കിട്ടിയെന്നല്ലാണ്ട് എവിടെയാണ് നമ്മൾ ഏത് സബ്ജക്റ്റാണ് ഇത്തിരി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ആൻസർ കിട്ടിയാല്
അത് എഴുതിയേക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഇവിടെ തെറ്റുവാ. ഞാൻ പറഞ്ഞില്ലേ മിസ്സിന്റെ എല്ലാം എളുപ്പമായിരുന്നു. പക്ഷെ മാമിനെ അത് കാണാൻ പറ്റുമല്ലോ, എല്ലാരും മീൻസ് ഏതൊക്കെ തെറ്റ് ചെയ്തെന്നൊക്കെ മാംക്ക് കാണാൻ പറ്റും. ഇല്ല, അത് ഓഫീസിലാണ്. ഇവിടെ അല്ല, ഒരു ഓഫീസിലായിരിക്കും അവരാണ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലേ മിസ്? എന്താണ് കമ്പ്യൂട്ടറിൽ നോക്കണേ മിസ് ഒന്നും നോക്കാൻ പറ്റില്ല. ഫറൂഖ് ആണ് ചെയ്യുന്നത്, അവരാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ, ഇവിടെ ചോദിച്ചിട്ട് ഞാൻ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പറയാം. ഓക്കെ, അത് മിസ്സല്ലേ അപ്പൊ ക്വസ്റ്റ്യൻ ഇട്ട? മിസ്സിന്റെ ക്വസ്റ്റ്യൻ മിസ്സാണ് ഇടണ അല്ലെങ്കിൽ അവരാണ് ഇടണ? അതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഓരോ മിസ്സുമാര് പറഞ്ഞു തന്നാ മതിയല്ലോ. ദൈവമേ, എന്തൊക്കെ അറിയാം. അല്ല മിസ്സിനോട് പിന്നെ ആരോടാ ചോദിക്കണേ? വേറെ ആരെയും കാണണേ? അല്ല ഇപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ പിന്നെ അടുത്ത മിസ്സിനോട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ ഇനി വെറുതെ അതിന്റെ പുറകെ പോകണ്ടല്ല. ഇപ്പൊ മിസ്സിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന്റെ കാര്യം വിട്, മാർക്ക് കിട്ടി തൃപ്തിയായില്ലേ നിനക്ക്? വിട്ടുകളാ പോട്ടെ, ബാക്കിയുള്ളതിന് പഠിക്കാൻ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ വിഷുവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്ത് വേണം വിഷുവിന്? വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും അയച്ചു തരുമോ? വേണം. ഓക്കെ, പിന്നെന്താണ്? മാം ഈസ്റ്ററും വരുന്നുണ്ട് കേട്ടോ, മാമിന്റെ വീട്ടിലോട്ട് ശ്രമിക്കാം. ഈസ്റ്റർ വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മുടെ 16 എന്താ ചെയ്യേണ്ടത്? സെലിബ്രേഷൻ ചിക്കു ഒന്ന് പറയാട്ടോ ഗ്രൂപ്പില്. സെലിബ്രേഷൻ ഓണത്തിന്റെ, സോറി വിഷുവിന്റെയും ഈസ്റ്ററിന്റെയും രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ചല്ലേ മാം? അപ്പൊ രണ്ടും ഇൻക്ലൂഡ് ചെയ്യാം. റംസാൻ മാം, റംസാൻ ഉണ്ടല്ലോ. റംസാന് സെലിബ്രേഷൻ അത് ഈ 21-ാം തീയതി അല്ലേ? അതെ, വെള്ളിയാഴ്ച. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് വെച്ചാലോ നമുക്ക്? റെഡി ആണല്ലോ എല്ലാവരും? എവിടെയല്ലേ? ഫിക്സ് ചെയ്തോട്ടെ, എനിക്കൊരു കോള് വന്നിട്ടുണ്ട്. പോയിക്കോട്ടെ മിസ്സേ. അപ്പൊ പൊക്കോ. അപ്പൊ അടുത്ത ആഴ്ച കേട്ടാ, അടുത്ത ആഴ്ച റംസാന് സെലിബ്രേഷൻ വെക്കാം നമുക്ക്. ചിക്കോ ഒന്ന് പ്രോഗ്രാമൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച ഒരു ദിവസം നമുക്ക് ചെയ്യാം. അടുത്ത വ്യാഴാഴ്ച. ഓക്കെ മാം, വ്യാഴം. ഓക്കെ മാം, മാം ഇഷ്ടമുള്ള പ്രോഗ്രാം എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഓക്കെ മാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. നിത്യയുടെ കഥ കേട്ടില്ല, അടുത്ത ദിവസം കേൾക്കാം. മാം നാളെ സെമിനാർ ഉണ്ടല്ലോ അല്ലേ? സെമിനാർ ഉണ്ട് കേട്ടോ. സെമിനാറിനുള്ളത് റെഡി ആവാം. ഇപ്പോ 11th 1 ഗ്രൂപ്പ് ആണോ ചെയ്തേ? അതെ മാം. യെസ് മാം. 12th 13 14 മൂന്ന് ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പും റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.